ഹായ് ആൾ നമ്മളിന്ന് സംസാരിക്കുന്നത് യമനിനെ കുറിച്ചാണ്. ഈ യമനെ കുറിച്ച് എന്ന് പറയുമ്പോൾ യമനിലെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ അത് സംസാരിക്കാനുള്ള പ്രധാനപ്പെട്ട റീസെൻ്റായി നിമിഷപ്രിയ എന്ന യുവതി, അവർ സത്യത്തിൽ ഒരു യമനിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു നേഴ്സായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ഒരു യമനി പൗരനായ തലാലിനെ കൊലപ്പെടുത്തി. അത് നിമിഷപ്രിയ തന്നെ അംഗീകരിക്കുന്നു, കൊലപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് ഈ കൊല്ലപ്പെട്ട തലാലിൻ്റെ മൃതദേഹം അവർക്ക് കണ്ടെടുക്കാൻ കഴിഞ്ഞത് വളരെ ബ്രൂട്ടലായിട്ട് ഡെഡ് ബോഡികൾ, ശരീരം എല്ലാം കഷ്ണമാക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ച് വെക്കപ്പെട്ട രൂപത്തിലായിരുന്നു. സ്വാഭാവികമായിട്ടും അവർ കുറ്റാരോപിതരായി. അവർ അപ്പീലിന് പോയി. അപ്പീലിൽ കാര്യമായ പ്രതിഫലനങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെ ജൂലൈ 16-ന് വധശിക്ഷ നടപ്പിലാക്കാൻ തീരുമാനിക്കപ്പെട്ടു. കാരണം ശരിയായ നിയമമാണ് നിലവിലുള്ളത്. ക്യാപിറ്റൽ പണിഷ്മെൻറ്റിന് അർഹമാകുന്ന കുറ്റകൃത്യമാണ് ഈ നിമിഷപ്രിയ നടത്തിയത് എന്നാണ് കോടതി കണ്ടെത്തിയത്. അപ്പോൾ അതിൻ്റെ ശരിതെറ്റുകളെക്കുറിച്ചോ വാദമുഖങ്ങളെക്കുറിച്ചോ ഒന്നുമല്ല നമ്മൾ സംസാരിക്കുന്നത്. ഇങ്ങനെ ഒരു കോടതി വിധി നിലവിൽ വന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു മലയാളി കൂടിയായ നഴ്സിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നമ്മുടെ ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നും മലയാളി സമൂഹം ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു. അങ്ങനെ നിമിഷപ്രിയ എന്ന ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടുള്ള ബ്ലഡ് മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്വരൂപിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ഒരു ഭാഗത്തു നിന്ന്. അതുപോലെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും അറിയപ്പെട്ട MLA കൂടിയായ ചാണ്ടി ഉമ്മൻ, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ അവസാന കാലത്ത് പിതാവ് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് നിമിഷപ്രിയയുടെ മോചനം. അപ്പോൾ ആ പിതാവിൻ്റെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ചാണ്ടി ഉമ്മൻ്റെ ഭാഗത്തു നിന്ന് ചില ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ ബ്ലഡ് മണിക്ക് വേണ്ടിയിട്ടുള്ള 1 കോടി ഞാൻ തരാമെന്ന് ഓഫർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോ ഭാഗത്തു നിന്നും പല രൂപത്തിലുള്ള ശ്രമം നടന്നിട്ടുണ്ട്. പിന്നെ നിമിഷപ്രിയയുടെ കുടുംബം അവർ സുപ്രീം കോടതിയിൽ പോകുന്നു. സുപ്രീം കോടതി സെൻട്രൽ ഗവൺമെൻറ്റിനോട് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തതെന്ന് ചോദിക്കുന്നു. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഡിപ്ലോമാറ്റിക് മിഷൻസ്, എംബസി മുഖാന്തരം ഇവർ നടത്തിയ ഒരു കാഷ്വൽ ടോക്ക് കാര്യങ്ങളൊക്കെ കോടതി അറിയിക്കുന്നു. കാര്യമായിട്ട് എൻഗേജ്മെൻറ്റ് നടത്താൻ സെൻട്രൽ ഗവൺമെൻറ്റിനോ മോദി ഗവൺമെൻറ്റിനോ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം അത് മോദി ഗവൺമെൻറ്റിൻ്റെ ഒരു പോരായ്മയോ അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി ഉലകും ചുറ്റും വാലിബൻ്റെ ആ ഒരു പ്രശ്നമൊന്നുമല്ല ആക്ച്വലി. കാരണം ഇന്ത്യക്ക് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും എംബസി വർക്ക് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യക്കാരായ ആളുകൾ, ആ നാട്ടിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ ആഭ്യന്തര കലാപം രൂക്ഷമായ യമനിൽ ഇന്ത്യക്കൊരു എംബസി ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ആ എംബസി പ്രവർത്തിക്കുന്നത് തൊട്ടടുത്ത രാജ്യമായ ജിബോട്ടിയിലാണ്. കാരണം ആഭ്യന്തര കലാപം രൂക്ഷമായ യമനിൽ സ്വതന്ത്രമായിട്ട് ഒരു ഇന്ത്യൻ എംബസി വർക്ക് ചെയ്യാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അവരോട് അപ്രോച്ച് ചെയ്യാൻ സാഹചര്യം വളരെ ലിമിറ്റായിരുന്നു. അങ്ങനെ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധനായ പണ്ഡിതൻ കൂടിയായ ഷെയ്ഖ് അബൂബക്കർ മുസ്ലിയാർ, അദ്ദേഹം മുഖാന്തരം അദ്ദേഹത്തിൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായ യമനി പണ്ഡിതൻ ഹബീബ് ഉമർ, അപ്പോൾ ആ യമനി പണ്ഡിതനുമായി ബന്ധപ്പെട്ട് തലാലിൻ്റെ കുടുംബമായി സംസാരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആ ചർച്ചകൾ നടക്കുന്നുണ്ട്, കുടുംബമായി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് 16-ാം തീയതി അവസാനം ഈ വധശിക്ഷ നടപ്പിലാക്കുന്നതിന് തൊട്ട് മുമ്പ് അത് റദ്ദാക്കുകയും എങ്ങനെയെങ്കിലും താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തത്. പക്ഷേ അതിൻ്റെ അന്തിമ രൂപം വന്നിട്ടില്ല. കാരണം തലാലിൻ്റെ സഹോദരനൊക്കെ റീസെൻ്റായി പറയുന്നത് എന്ത് കാരണത്താലും ഞങ്ങൾ ഈ ഒരു ദിയാദനം സ്വീകരിക്കില്ല എന്നൊക്കെയാണ്. അപ്പോൾ അത് വളരെ പെട്ടെന്ന് ഈ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകട്ടെ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നിമിഷപ്രിയ റിലേറ്റഡ് ആയിട്ട് എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിനോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യത്തിനോ അവിടെയുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധപ്പെടാൻ കഴിയാതിരുന്നത്, അതിൻ്റെ റീസൺസും ഈ യമനിൽ ഇന്ന് നിലനിൽക്കുന്ന രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ യമനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു 10-15 വർഷം മുമ്പേക്ക് സഞ്ചരിച്ചാലാണ് യമനിൻ്റെ യഥാർത്ഥ രൂപം നമുക്ക് വ്യക്തമാവുകയുള്ളൂ. അപ്പോൾ ആ ഒരു 2010 കൃത്യമായി പറഞ്ഞാൽ 2010 ഡിസംബർ 17 ഈ ഒരു കാലഘട്ടത്തിലാണ് ഈ മിഡിൽ ഈസ്റ്റിനെയും അതുപോലെ പ്രധാനപ്പെട്ട അറബ് രാജ്യങ്ങളെയൊക്കെ പിടിച്ചു കുലുക്കിയ മുല്ലപ്പൂ വിപ്ലവം ആരംഭിക്കുന്നത്. അങ്ങനെ അത് ടുണീഷ്യയിൽ നിന്ന് ആരംഭിച്ചു. ഈ മുല്ലപ്പൂ വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അറബ് വസന്തം എന്നാണ് സാധാരണ വിളിക്കാറുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഇൻറ്റൻഷൻ ഈ അറബ് രാജ്യങ്ങളിലൊക്കെ ഓട്ടോക്രാറ്റിക് റൂളാണുള്ളത്. ഒരു എലക്റ്റഡ് ഗവൺമെൻറ്റോ ഒരു രാജ്യത്തെ പൗരന്മാരുടെ പാർട്ടിസിപ്പേഷനോ ഒന്നും നിലവിലില്ലാത്ത ഓട്ടോക്രാറ്റിക് റൂളാണ് നിലവിൽ സൗദി അറേബ്യ, UAE അടക്കമുള്ള എല്ലാ അറബ് രാജ്യങ്ങളും നിലവിലുള്ളത്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും അട്ടിമറിച്ച് ജനങ്ങളുടെ ഭരണം നടപ്പിലാക്കാനുള്ള ഒരു ശ്രമമായിരുന്നു, ഒരു ഡെമോക്രാറ്റിക് മൂവ്മെൻ്റ് ആയിരുന്നു ഈ അറബ് വസന്തം അല്ലെങ്കിൽ ജാസ്മിൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. അത് ടുണീഷ്യയിൽ നിന്ന് ആരംഭിച്ചു. ആ ടുണീഷ്യയിൽ നിന്ന് തൊട്ടടുത്ത രാജ്യമായ ലിബിയയിലേക്ക് എത്തി. ആ ലിബിയയിൽ മുഹമ്മദ് ഗദ്ദാഫി അദ്ദേഹം അധികാരത്തിൽ നിന്ന് പുറത്തു പോയത് ഈ ഒരു ജാസ്മിൻ റവല്യൂഷനിലൂടെയാണ്.
അങ്ങനെ അതിനുശേഷം അത് തൊട്ടടുത്ത രാജ്യമായ ഈജിപ്തിലേക്ക് എത്തി. ഈജിപ്തിൽ അക്കാലത്ത് ഭരിച്ചിരുന്നത് ഹുസ്നി മുബാറക്കാണെന്ന് തോന്നുന്നു. ആ ഹുസ്നി മുബാറക്ക് അധികാരത്തിൽ നിന്ന് പുറത്തുപോയി. പിന്നെ മുഹമ്മദ് മുർസി വരുന്നു. പക്ഷേ അദ്ദേഹത്തിന് കാര്യമായിട്ട് ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പട്ടാള അട്ടിമറി നടക്കുന്നു. വീണ്ടും അൽ-സീസിയാണ് ഇന്ന് നിലവിൽ ഭരിക്കുന്നത്. അതും ഒരു കൈൻഡ് ഓഫ് ഓട്ടോക്രാറ്റിക് റൂൾ തന്നെയാണ്. ജനാധിപത്യ രൂപത്തിലൊരു തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട് എന്ന് പറയപ്പെടാമെങ്കിലും അവിടെ പ്രതിപക്ഷ പാർട്ടികളെയും പ്രതിപക്ഷ നേതാക്കന്മാരെയും ഒക്കെ കൂട്ടത്തോടു കൂടി തൂക്കിലേറ്റി കൊണ്ടാണ് അവിടെ അധികാരത്തിൽ അൽ-സീസിക്ക് വരാൻ കഴിഞ്ഞത് എന്നാണ് യാഥാർത്ഥ്യം. ഇനി യമനിലേക്ക് വരാം. അങ്ങനെ ഈ ഒരു ജാസ്മിൻ റവല്യൂഷൻ യമനിനെയും കാര്യമായി ബാധിച്ചു. അങ്ങനെ 2012 യമനി സർക്കാർ നിലംപൊത്തി. അവിടെ ഉണ്ടായിരുന്ന ഓട്ടോക്രാറ്റിക് റൂൾ എന്ത് ചെയ്തു? പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഓട്ടോക്രാറ്റിക് റൂൾ അവസാനിച്ചു. അങ്ങനെ മൻസൂറുൽ ഹാദി എന്ന ഒരു എലക്റ്റഡ് ഗവൺമെൻറ് യമനിൽ വരികയാണ്. ഈ എലക്റ്റഡ് ഗവൺമെൻറ് സ്വാഭാവികമായിട്ട് ഒരു രാഷ്ട്രീയമായ ദൗത്യം, ഉത്തരവാദിത്വം ഈ മൻസൂറുൽ ഹാദിക്കുണ്ട്. അങ്ങനെ അദ്ദേഹം അതിനു വേണ്ടിയിട്ടുള്ള പല ശ്രമങ്ങളും നടത്തി നോക്കിയെങ്കിലും കാര്യമായിട്ട് വിജയിക്കാൻ കഴിഞ്ഞില്ല. കൃത്യമായി പറഞ്ഞാൽ 2 വർഷം കഴിഞ്ഞാൽ 2012 അദ്ദേഹം അധികാരത്തിലേക്ക് വന്നത്. 2014 വീണ്ടും ഈ യമനിൽ ആഭ്യന്തര കലാപം രൂക്ഷമാവുകയാണ്. ഈ ഒരു സാഹചര്യം നിലവിൽ വന്ന സമയത്ത് പ്രധാനമായിട്ടും ഈ ആഭ്യന്തര കലാപം ലീഡ് ചെയ്തിരുന്നത് ഹൂത്തികളാണ്. നമ്മുടെ നാട്ടിലെ ഒരു ആഭ്യന്തര കലാപം ഉണ്ടായിക്കഴിഞ്ഞാൽ പല പ്രൊവിൻസുകളും അവിടെ ഉണ്ടാകുന്ന ഗോത്ര വിഭാഗങ്ങളോ അവിടെ ഉണ്ടാകുന്ന റേസുകളോ സ്വാഭാവികമായി സ്വായത്തമാക്കുമെന്നതാണ്, അല്ലെങ്കിൽ കൺട്രോൾ ആക്കാനുള്ള ശ്രമം നടത്തുമെന്നതാണ് യാഥാർത്ഥ്യം. ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്ത്യയിൽ ഒരു ആഭ്യന്തര കലാപം നടക്കുകയാണെങ്കിൽ ഗുജറാത്ത് കീഴടക്കാൻ നോക്കും. മഹാരാഷ്ട്ര മറാഠികൾ അതിനുള്ള ശ്രമം നടത്തും. ഇപ്പോൾ തമിഴ്നാടാണെന്നുണ്ടെങ്കിൽ ദ്രാവിഡിയൻ കൾച്ചർ, ആ ദ്രവീഡിയൻ പൊളിറ്റിക്സിലൂടെ അത് നിയന്ത്രണത്തിലാക്കാൻ ശ്രമിക്കും. പിന്നെ അതുപോലെ ഇപ്പോൾ ബംഗാളാണെന്നുണ്ടെങ്കിൽ ബംഗാൾ നാഷണലിസം വർക്ക് ചെയ്യും, സ്വാഭാവികമാണ്. അങ്ങനെ ഇത്തരത്തിൽ ഈ യമൻ എന്ന അറേബ്യൻ പെനിൻസുലയിലെ സദേൺ എൻഡിൽ കിടക്കുന്ന യമൻ പല മിലിഷ്യകളും സ്വന്തമാക്കാനുള്ള ശ്രമം നടത്തി. അതിലെ ഭാഗമായിട്ട് ഏറ്റവും ശക്തമായ മുന്നേറ്റം നയിച്ചത് ഹൂത്തികളായിരുന്നു. കാരണം ഹൂത്തികൾക്ക് പ്രധാനമായിട്ടും ഇറാൻ സപ്പോർട്ട് ചെയ്തിരുന്നു. അങ്ങനെ ഹൂത്തികൾ 2015 ഏകദേശം പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ സ്ഥലങ്ങളൊക്കെ കീഴടക്കി. ഇന്ന് നിലവിൽ സന എന്ന യമനിൻ്റെ ക്യാപിറ്റൽ സിറ്റി ഭരിക്കുന്നത് ഹൂത്തികളാണ്. പക്ഷേ ഇന്റർനാഷണലി ഹൂത്തി ഭരണകൂടത്തെ ആരും അംഗീകരിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഹൂത്തികൾ ഒരുപാട് പട്ടാളത്തിൻ്റെ നേരത്തെയുള്ള ഭരണകൂടത്തിൻ്റെ പട്ടാളത്തെയും അവരുടെ മിസൈലുകളും എല്ലാം അവർ സ്വായത്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹൂത്തികൾ ഇന്നും ഇസ്രായേലിലേക്കൊക്കെ പ്രയോഗിക്കുന്ന പല മിസൈലുകളും അക്കാലത്ത് അവർ പിടിച്ചടക്കിയതാണ്. അപ്പോൾ അങ്ങനെ ഒരു വിഭാഗം അങ്ങനെ നടക്കുന്നു. അങ്ങനെ ഈ ഒരു കാലഘട്ടത്തിൽ 2015 ഹൂത്തികൾ ക്യാപിറ്റൽ സിറ്റി കീഴടക്കിയതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന ഭരണകൂടം തൊട്ടടുത്ത ദിവസം തന്നെ നാടുവിട്ടു. അങ്ങനെ മൻസൂറുൽ ഹാദി നാടുവിട്ടു. വീണ്ടും ആഭ്യന്തര കലാപം രൂക്ഷമായി തുടരുകയാണ്. അങ്ങനെ 2022 ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനും ഹൂത്തികളെ പരാജയപ്പെടുന്നതിനു വേണ്ടി PLC എന്ന ഒരു പുതിയ 8 പ്രധാനപ്പെട്ട ലീഡർമാരുടെ ഒരു സംഘടന രൂപീകരിക്കപ്പെട്ടു. ആ PLC പ്രസിഡൻഷ്യൽ ലീഡർഷിപ്പ് കൗൺസിൽ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അവർ രൂപീകരിച്ച് അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഈ ഹൂത്തികളെ പരാജയപ്പെടുത്തി ഇല്ലാതാക്കി ഒരു ആൻറ്റി ഹൂത്തി ക്യാമ്പയിനിലൂടെ ഹൂത്തികളെ ഭരണത്തിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമമായിരുന്നു. സ്വാഭാവികമായിട്ടും PLCയെ സഹായിക്കാൻ, ഹൂത്തികളെ ഇറാൻ സഹായിക്കുമ്പോൾ PLCയെ സഹായിക്കാൻ സൗദി അറേബ്യയും അതുപോലെ UAEയും ഒക്കെ അവരുടെ പട്ടാളത്തെയും ആയുധങ്ങളെയും ഒക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തിനാണ് ഇവർ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഈ സൗദി അറേബ്യക്കും അതുപോലെ മിഡിൽ ഈസ്റ്റിലെ UAEക്കൊക്കെ ചില താല്പര്യങ്ങളുണ്ട്. കാരണം അവരൊക്കെ സുന്നി ഭരണകൂടങ്ങളാണ്. സ്വാഭാവികമായിട്ടും ഈ അറേബ്യൻ പെനിൻസുലയിൽ ഒരു ഷിയ ഭരണകൂടം നിലവിൽ വന്നു കഴിഞ്ഞാൽ അത് വിദൂര ഭാവിയിൽ തങ്ങൾക്കൊരു ത്രട്ടായി വരാൻ സാധ്യതയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമായി ഈ 2014 മുതൽ തന്നെ ഹൂത്തികളെ പരാജയപ്പെടുത്താനുള്ള ശ്രമം സൗദി അറേബ്യയും UAEയും ഈ PLC മുഖാന്തരം നടത്തിയിട്ടുണ്ടായിരുന്നു. അവർക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഈ അമേരിക്കയുടെ ഭാഗത്തുനിന്ന്, ഫ്രഞ്ച് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, UK സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യമായ പിന്തുണ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നിലവിൽ യമനിലെ സാഹചര്യം. എന്നാൽ ഹൂത്തികളും ഈ PLC മാത്രമാണോ അവിടെ ഭരിക്കുന്നത്? അല്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിന് പുറമെ ചെറിയ മിനിഷ്യകൾ പല ഭാഗങ്ങളും കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് AKAP, അതായത് അൽ ഖ്വയ്ദ ഇൻ അറേബ്യൻ പെനിൻസുല എന്നൊരു മിലിഷ്യ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ സദേൺ ട്രാൻസിഷണൽ കൗൺസിൽ STC എന്ന പേരിൽ ഈ UAEയുടെ മേൽനോട്ടത്തിൽ അല്ലെങ്കിൽ UAEയുടെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു മിലിഷ്യയുണ്ട്. ഇവരെല്ലാവരും കൂടിയാണ് സത്യത്തിൽ ഈ യമൻ എന്ന രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ടാണ് നിമിഷപ്രിയമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊന്നും കാര്യമായിട്ട് പുരോഗമിക്കാതിരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ആഭ്യന്തര കലാപം രൂക്ഷമായതിനെ തുടർന്ന് നിലവിൽ യമനിൽ പ്രവർത്തിക്കുന്ന എംബസി അടക്കം ഇന്ന് പ്രവർത്തിക്കുന്നത് ജിബോട്ടിയിലാണ്. ഇത്തരത്തിൽ ഒരുപാട് മൾട്ടി കോംപ്ലക്സ് നിറഞ്ഞിട്ടുള്ള ഒരു സങ്കീർണമായ സാഹചര്യമാണ് യമനിലുള്ളത്. അതുകൊണ്ട് കൂടിയാണ് കാര്യമായിട്ട് അവർക്ക്
സമ്മർദ്ദം ചെലുത്താൻ കഴിയാതിരുന്നത് എന്നാണ് യാഥാർത്ഥ്യം. ഇനി ഹൂത്തികളുടെ കേസ് പറയാം. അപ്പോൾ ഹൂത്തികൾ സ്വാഭാവികമായിട്ടും ഇറാൻ മുഖാന്തരമാണ്, ഇറാൻ്റെ സപ്പോർട്ടോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ ഒരു രൂപത്തിൽ, അതായത് ഇറാൻ മുഖാന്തരം, അതായത് ഇറാൻ വിദേശകാര്യമന്ത്രി കൂടി അറഗാച്ചി, അപ്പോൾ അറഗാച്ചിയോട് സംസാരിച്ചുകൊണ്ട് ഒരു ഡിപ്ലോമാറ്റിക് ടോക്ക് നടത്താൻ കഴിയുമോ എന്നുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് കേൾക്കുന്നത്. അത് എത്രത്തോളം സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഫൈനലി പറഞ്ഞു വരുന്നത്, സാധാരണഗതിയിൽ മുസ്ലിം രാജ്യങ്ങളിൽ, മുസ്ലിം നാടുകളിൽ ശരിയാ നിയമം നിലനിൽക്കുന്ന രാജ്യത്ത് ഇത്തരത്തിലൊരു ക്രൈം നടന്നു കഴിഞ്ഞാൽ, ഒരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വിധിക്കപ്പെട്ട് കഴിഞ്ഞാൽ, പിന്നെ അത് ഇല്ലാതാക്കാനോ ദിയാദനം സ്വീകരിച്ചുകൊണ്ട് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനോ അർഹത ഉണ്ടാവുക സാധാരണഗതിയിൽ ആ നഷ്ടപ്പെട്ടു പോയ, ആരാണോ കൊല്ലപ്പെട്ടത് ആ കൊല്ലപ്പെട്ട കുടുംബത്തിനാണല്ലോ പിന്നീട് നഷ്ടം സഹിക്കേണ്ടി വരുന്നത്. അപ്പോൾ ആ കുടുംബമാണ് സാധാരണഗതിയിൽ ഇത് സ്വീകരിച്ചുകൊണ്ട് മാപ്പും മോചനം അടക്കം നൽകേണ്ടത്. പക്ഷെ സത്യത്തിൽ ഈ അറബികൾ വലിയ ഫണ്ടാണ്, പണമാണ് ഇത്തരത്തിൽ ദിയാദനത്തിലൂടെ ആവശ്യപ്പെടാറുള്ളത്. സത്യത്തിൽ അവർ പണം ഉണ്ടാക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല, ഈ ആളുകൾ ഒരിക്കലും ഈ പണവുമായിട്ട് വന്ന് ദിയാദനത്തിലൂടെ മോചിപ്പിക്കപ്പെടരുത് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ്. കാരണം അവരൊരിതൊരു അപമാനമായിട്ട് കാണുന്ന ആളുകളാണ്. കാരണം അവർക്ക് കൂടപ്പിറപ്പുകളായ ഒരാൾ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ പിന്നീട് ദിയാദനം സ്വീകരിച്ചുകൊണ്ട് അവരെ മോചിപ്പിച്ചാൽ ഒരുപക്ഷെ 2-3 തലമുറകൾക്ക് കഴിഞ്ഞുകൂടാനുള്ള വരുമാനം കിട്ടിയാൽ പോലും അവരതിന് സമ്മതിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഏതായാലും തലാലിൻ്റെ കുടുംബം, പ്രത്യേകിച്ച് ഇത്രയും ബ്രൂട്ടലായി കൊല ചെയ്യപ്പെട്ട ഒരു സാഹചര്യം കൂടി മുൻനിർത്തി ഒരുപക്ഷെ തലാലിൻ്റെ കുടുംബം മാപ്പ് കൊടുക്കുകയാണെങ്കിൽ അത് വലിയൊരു ഹ്യൂമാനിറ്റി ആണ് അവർ ലോകത്തോട് ചെയ്യുന്നത് എന്നാണ്. കാരണം പ്രവാചകൻ്റെ വചനങ്ങളും പ്രവാചകൻ്റെ സന്ദേശങ്ങളും ഒക്കെ എല്ലാം മാപ്പ് കൊടുക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അതവർ ചെയ്യുമോ ഇല്ലയോ എന്നറിയില്ല. ഏതായാലും നിലവിൽ അവരുടെ വധശിക്ഷ റദ്ദാക്കപ്പെട്ടിട്ടില്ല. അത് താൽക്കാലികമായിട്ട് സ്റ്റേ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഭാവിയിൽ സംഭവിക്കുക എന്നറിയില്ല. അതിൻ്റെ ഈ ഒരു സങ്കീർണത, രാഷ്ട്രീയ സങ്കീർണത കാരണത്താലാണ് ഇന്ത്യൻ ഗവൺമെൻറ്റിന് കാര്യമായിട്ട് ഒരു ഇൻറോഡ് അല്ലെങ്കിൽ ഒരു ഡിപ്ലോമാറ്റിക് ടോക്ക് യമനി സർക്കാരുമായിട്ട് നടത്താൻ കഴിയാതിരുന്നത്. അത് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ ഈ ഒരു കാര്യം പറയണമെന്ന് തോന്നി. താങ്ക് യു. ഇനി നിങ്ങൾക്ക് അഡീഷണലായിട്ട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുമെങ്കിൽ അഡീഷണലായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വല്ല മിസ്റ്റേക്കോ മറ്റോ കാര്യങ്ങളോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് കമൻ്റായിട്ട് പറയണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. താങ്ക് യു.